മീൻ കച്ചവടത്തിന് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ. ഇപ്പൊ പോലും ആൾക്കാർക്ക് അതിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ക്ലവറും ബുദ്ധിയൊന്നുമല്ല, റിസ്ക് എടുക്കാൻ മനസ്സില്ലാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ബിസിനസ്സുകാരിയോ ആകാൻ പോകരുത്. ഞങ്ങളുടെ കസ്റ്റമറോട് പറഞ്ഞു, എല്ലാവരും ആവശ്യത്തിന് മീനും വീറ്റും മേടിച്ചോ, പൈസ നിങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും ആ റിസ്ക് ബാക്കി കിടപ്പുണ്ട്. കസ്റ്റമർ പൈസ തന്നില്ലെങ്കിലോ? ബിസിനസ്സുകാരനെന്ന് പറഞ്ഞാൽ അവരെന്തോ ഞങ്ങളെ ഊറ്റി ഞങ്ങളുടെ ചോര കുടിച്ച് ജീവിക്കുന്നവനാണ് എന്നൊരു ധാരണ നമ്മുടെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ആ ഒരൊറ്റ ചോദ്യത്തിൽ നിന്ന്. അന്ന് നമ്മൾ ആ സാധനത്തിനെ ഓടിച്ചില്ലായിരുന്നെങ്കിൽ ഈ ബാംഗ്ലൂരും ഹൈദരാബാദ് എന്നീ കൊച്ചിയിലും തിരുവനന്തപുരത്തും ഇരുന്നേനെ. ലോകം എന്നും പുരോഗമിച്ചുകൊണ്ടിരിക്കും. നിനക്ക് വേണമെങ്കിൽ നീ അതിന്റെ കൂടെ പോകാം. ഈഴവൻ 25 അടി മാറി നടക്കൂ, ക്രിസ്ത്യാനി 10 അടി മാറി നടക്കുമെന്ന് അവന്റെ അടി അളന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനോട് ഭൂമിയുടെ അടി റെയിൽവേ ഓടിച്ചു തുടങ്ങി. എന്നേക്കാളും മിടുക്കനല്ല എൻ്റെ മകൻ, അല്ല എന്നേക്കാൾ എൻ്റെ അത്രയും പോരാ എൻ്റെ മകള് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ മിസ്റ്റേക്കാണ്. നമ്മളൊക്കെ വിറ്റ കാശ് അവർ പിള്ളേരുടെ പോക്കറ്റ് കിടപ്പുണ്ട്. ഇതൊന്നും പഠിക്കുമല്ല. ഏത് സാഹചര്യം വന്നാലും നേരിടാനുള്ള ഒരു മനസ്സിനെ സൃഷ്ടിക്കുകയാണ്. വൈഫ് ഒഴിച്ച് ബാക്കി ആരും ആ ജോലി രാജിവെച്ചോ എന്ന് പറയുന്നവരാരും ഇല്ലല്ലോ. എല്ലാ ഫ്രഷ് സാധനങ്ങളും പ്രൊഡക്ഷൻ പോയിന്റിൽ നിന്ന് എൻ്റെ കസ്റ്റമറുടെ അടുത്ത് എത്തുമ്പോൾ 25 to 30% വേസ്റ്റായി പോകുന്നു എന്നാണ് നമ്മുടെ കണക്കിപ്പോൾ. ഏറ്റവും കൂടുതൽ ആത്മാർത്ഥതയുള്ള ജനം ആരെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് മത്സ്യത്തൊഴിലാളികളാണ്. ചിലരൊക്കെ സ്റ്റാർട്ടപ്പിൻ്റെ കാർഡ് അടിക്കുന്നത് തന്നെ ഫണ്ട് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചുകൊണ്ടാണ്. അവരുടെ ജീവിതത്തിൽ അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷനാണ് ഇവൻ. അതുകൊണ്ടാണ് അവൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത തലമുറയോട് പറയുന്നതാണ്, നിങ്ങളായിട്ട് ഞങ്ങൾ ഇതുവരെയുള്ളവർ ചെയ്ത തെറ്റാണത്, ഞങ്ങളുടെ കഴിവില്ലായ്മയാണത്, അതിനെ നിങ്ങൾ തിരുത്തണം. മലബാർ ബിസിനസ് ജേണലിലെ ഫൗണ്ടേഴ്സ് ടേബിളിൽ ഇന്ന് പച്ചമീനിനെ ആഗോള ബ്രാൻഡാക്കിയ ഫ്രഷ് ടു ഹോം ഫൗണ്ടർ ശ്രീ മാത്യു ജോസഫ് സർ. വെൽക്കം സർ. താങ്ക് യു സർ. ഇപ്പോൾ ഫ്രഷ് ടു ഹോം എന്ന് പറയുന്നത് ഇപ്പോൾ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഹൗസ് ഹോൾഡ് പോലെയാണ് ഇപ്പോൾ അവർക്ക്. പക്ഷേ നമ്മൾക്കിപ്പോൾ ഇതിൻ്റെ ഒരു പിന്നിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ്റെ ഒരു ജീവിതത്തിൽ എപ്പോഴും അവർക്കൊരു ഡിഫൈനിങ് മോമെൻറ്റ് കാണുമല്ലോ. കാരണം ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയേ പറ്റൂ, ഈ ഒരു ബിസിനസ് ഹാഡ് ടു എക്സിസ്റ്റ് എന്നുള്ളൊരു ഡിഫൈനിങ് മൊമെൻറ്റ് കാണുമല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോഴായിരിക്കും ഇങ്ങനൊരു ബിസിനസ് തുടങ്ങിയേ പറ്റൂ, ഇതിനൊരു സാധ്യതയുണ്ട് എന്ന് തോന്നിയ ആ ഒരു ഡിഫൈനിങ് മൊമെന്റ് ഏതാണ് സർ? ഞാനൊരു മെയിൻ ബിസിനസിൻ്റെ അല്ല, ഞാനൊരു ബിസിനസ്സുകാരനാകണം എന്നത് ഞാൻ എൻ്റെ കുഞ്ഞുനാളിലെ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ്. അതിന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആവർത്തന വിരസമാകുമെന്ന് അറിയില്ല. അല്ല, എന്നാലും നമുക്കൊരു പലർക്കും എന്താണ് ചെയ്യേണ്ടതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടത്തില്ലല്ലോ പലപ്പോഴും. അപ്പോൾ ഒരു ബിസിനസ്സുകാരനാവണം എന്ന് തോന്നിയ ഒരു മൊമെന്റ് കാണില്ലേ? ആ മൊമെന്റ് എന്തായിരുന്നു? വീട്ടിൽ ഞങ്ങൾ 4 മക്കളാണ്, ഞാൻ ഏറ്റവും മൂത്തയാളാണ്. അപ്പൊ ഞങ്ങൾ 4 പേരും സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ഗവൺമെന്റ് LP സ്കൂളിലാണ്. ഞങ്ങൾ 4 പേരും LP സ്കൂളിലേക്ക് നടന്നു പോകുമ്പോൾ എല്ലാ ദിവസവും തന്നെ ഒരു കറുത്ത അംബാസഡറുകാർ ഞങ്ങളുടെ റോട്ടിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അപ്പോൾ ഈ കണ്ടു നിൽക്കുന്നവരും എല്ലാവരും ഭയങ്കര ബഹുമാനത്തോടെ പുള്ളിയെ കാണിക്കുന്നത്. അദ്ദേഹവും ഇടയ്ക്കിടയ്ക്ക് ഇവരൊന്ന് കൈപൊക്കി കാണിക്കും. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കണം, എൻ്റെ നാട്ടിലൊന്നും വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ട്, കോളേജ് അധ്യാപകരുണ്ട്, സ്കൂൾ അധ്യാപകരുണ്ട്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ വേറെ ഉണ്ട്. ആർക്കും കാറും ഇല്ല, ആരോടും ഇത്രയും ബഹുമാനവും ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ ചാച്ചോടെ ഞാൻ ചോദിച്ചു, അച്ഛ ഇതാരാ? ഇത് നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചെറിയ ഓർമ്മയിൽ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ബിസിനസ്സുകാരനായാലേ കാറ് മേടിക്കാനും പറ്റുള്ളൂ, ബിസിനസ്സുകാരനായാലേ ബഹുമാനവും കിട്ടുള്ളൂ, മറ്റുള്ളവർ അംഗീകരിക്കുള്ളൂ എന്ന് മനസ്സിലായി. അന്ന് ചെറിയ ഓർമ്മയിൽ എൻ്റെ പുഴു റൊട്ടി വെച്ച് ഞാൻ തീരുമാനിച്ചതാണ് ഞാനും ഒരു ബിസിനസ്സുകാരനാകുമെന്ന്. അവിടെ നിന്നാണ് ശരിക്കും ബിസിനസ് എന്താണെന്നോ ബിസിനസ്സുകാരൻ എന്താണെന്നുള്ള വാക്കിൻ്റെ അർത്ഥം പോലും അറിയില്ലാത്തൊരു കാലത്തും അതാണ് നമുക്ക് കാറ് മേടിക്കാനും നമ്മൾക്ക് നാട്ടിലൊരു വിലയുണ്ടാകാനും ഏറ്റവും നല്ല സാധനം എന്ന് അന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. അന്ന് തീരുമാനിച്ചാണ് ബിസിനസ്സുകാരനാകുന്നത്. സാർ ഇപ്പം നാട്ടിലൊക്കെ കാറിലിരുന്ന് പോയപ്പോൾ ആ മൊമെന്റ് ഇപ്പം ഓർക്കാറുണ്ടോ? എപ്പോഴും ഓർക്കും ഞാൻ. ഇന്നെൻ്റെ ഗ്രാമമൊക്കെ കുറച്ചുകൂടിയൊക്കെ വലുതായി, എല്ലാവർക്കും കാറുകൾ ഇഷ്ടം പോലെയായി ഞങ്ങളുടെ ഗ്രാമത്തിൽ. അങ്ങനെ ഞങ്ങളുടെ ഗ്രാമം ലോകത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ച് ഞങ്ങളും വളരുന്നുണ്ട്, ഞങ്ങളുടെ നാടും വളരുന്നുണ്ട്. അപ്പൊ അന്ന് പക്ഷെ ഒറ്റ കാറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാക്കിയ ആ മൂമെന്റുകളാണ് എന്നെ ഒരു ബിസിനസ്സുകാരനാക്കിയെന്ന് കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ സാറിൻ്റെ പല ഇൻ്റർവ്യൂസിൽ ഞാൻ കണ്ടിട്ടുണ്ട് സാർ ഒരു കടുത്ത മീൻ കൊതിയനാണെന്ന്. അതെ, ആ മീനിനോടുള്ള ആ ഒരു കൊതിയാണ് സാറിനെ ഫ്രഷ് ടു ഹോം വരെ കൊണ്ട് എത്തിച്ചെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സാർ, ഇപ്പോൾ ഇങ്ങനൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും. അത് ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും ഒരു ബിസിനസ്സുകാരൻ്റെ മുന്നിൽ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരിക്കും. ഇത്തരത്തിലൊരു പച്ചമീൻ്റെ ബിസിനസ് തുടങ്ങുമ്പോൾ ഇപ്പം തന്നെ നമുക്ക് മഴക്കെടുതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, കടൽക്ഷോഭം ഉണ്ടാകുന്നു, മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ
പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ സാർ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നപ്പോൾ എന്തായാലും ഒരു പഠനം നടത്തി കാണുമല്ലോ. അപ്പോൾ സാർ ഈ പഠനം നടത്തി ഒരുപാട് കാര്യങ്ങൾ കാണും. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സാർ ഫേസ് ചെയ്ത പ്രധാന ചാലഞ്ചസ് എന്തായിരുന്നു? ഈ പറഞ്ഞ ഈ റോ മെറ്റീരിയൽ കിട്ടുക എന്ന് പറയുന്നത് ഒരു ചില സമയങ്ങളിൽ ഭയങ്കര ചലഞ്ചാണ്. ഇപ്പം ഞാൻ ഇപ്പോൾ കഴിഞ്ഞ 1.5 മാസം നമ്മുടെ നാട്ടിൽ ട്രോളിംഗ് ബാനായിരുന്നു. അതെ അതെ. അപ്പം പിന്നെ ഇപ്പോൾ നമ്മൾ മഴക്കെടുതികളായി ഇങ്ങനെ തുടങ്ങി കാലാവസ്ഥ തുടങ്ങി ഗവൺമെൻറ്റിൻ്റെ ബാൻ തുടങ്ങിയുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇതിനെ മുഴുവൻ നേരിടാനുള്ള ഒരു സിസ്റ്റം നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. ഓരോന്ന് എന്ത് വന്നാലും എങ്ങനെ ചെയ്യണമെന്ന് ആ ഒരു സിസ്റ്റം നമ്മുടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ വരുന്ന കെടുതികൾ അതിൻ്റെതായ ചെറിയ കുറവുകളോ അല്ലെ വെറൈറ്റിയിലോ കുറവുകളോ വിലയുടെ കൂടുതലൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും അവൈലബിലിറ്റി മാക്സിമം ഞങ്ങൾ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇന്ത്യ എന്ന് പറയുന്നത് 2 തീരങ്ങളുണ്ട് നമുക്ക്. ഒരു പടിഞ്ഞാറൻ തീരവും ഒരു കിഴക്കൻ തീരമുണ്ട്. കൂടാണ്ട് ആൻഡമാൻ, ലക്ഷദ്വീപ് തുടങ്ങിയ മറ്റു സ്ഥലങ്ങളുണ്ട്. അപ്പം നമ്മൾക്ക് ഇപ്പം പടിഞ്ഞാറൻ തീരത്താണ് ഈ പ്രശ്നമെങ്കിൽ നമുക്ക് ഈ പ്രശ്നം ഇല്ലാത്ത ഏതോ ഒരു തീരം അപ്പുറത്തുണ്ടാവും. ആ തീരത്ത് ട്രോളിംഗ് ബാൻ വരുമ്പോൾ ഇപ്പുറത്തെ തീരം ഓപ്പൺ ആയിരിക്കും. ഇനി ഇതെല്ലാം പറ്റാത്തൊരവസ്ഥ വന്നാൽ നമ്മുടെ ഉൾനാടൻ മത്സ്യങ്ങളുടെ ഒരു കളക്ഷൻ സെന്ററുകളുണ്ട് ഞങ്ങൾക്ക്. അപ്പം നമ്മൾ അല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് കായലുകളിൽ നിന്നും പുഴകളിൽ നിന്നും കിട്ടുന്ന മീനുകളും അങ്ങനെ ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലുമൊക്കെ വന്നാൽ നേരിടാനുള്ള അല്ലെങ്കിൽ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണമെന്ന് എൻ്റെ ഇത്രയും വർഷത്തൊരു പരിചയവും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അതാണ് സത്യം പറഞ്ഞാൽ ഫ്രഷ് ടു ഹോമിന് എന്നും ഞങ്ങളുടെ കയ്യിൽ മീനുണ്ട് എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നത്. സാർ ഇപ്പോൾ 100% ഫ്രഷ് എന്നുള്ളതാണല്ലോ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആകർഷണം ഫ്രഷ് ടു ഹോമിൻ്റെ. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നഗരങ്ങളിലും അതുപോലെ തന്നെ രാജ്യങ്ങളിലേക്കുമാണ് ഫ്രഷ് ടു ഹോം എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ്റെനൻസ് എങ്ങനെയാണ്? ഇതെങ്ങനെയാണ് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നത്? കാരണം ഇത്രയും ദൂരം സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാക്കിങ്ങും മെയിൻ്റെനൻസും അതൊക്കെ എങ്ങനെയാണ്? ഞാൻ ഈ ഫ്രഷ് ടു ഹോം ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ സീ ടു ഹോം ആയിരുന്നു. അതിനു മുമ്പ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഫ്രഷ് ഫിഷ് എക്സ്പോർട്ട് ചെയ്യുമായിരുന്നു. ഇന്ത്യയിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് മീനുകൾ എടുത്തിട്ട് ഞാൻ ദുബായ്, സൗദി, ഓസ്ട്രേലിയ, തായ്പേയ്, സിംഗപ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യുമായിരുന്നു. അന്ന് ചെയ്തിരുന്നൊരു പാക്കിംഗ് മെത്തേഡുണ്ട്. ആ മെത്തേഡാണ് ഇപ്പോഴും ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ആ മെത്തേഡൊക്കെ ഞാൻ എൻ്റെ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് വഴിയും പലയിടത്തുനിന്ന് കണ്ടതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ട് എൻ്റേതായ ചില മാറ്റങ്ങൾ വരുത്തിയൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു പാക്കിംഗ് സിസ്റ്റമാണ്. അതാണ് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അന്ന് ചെയ്തിരുന്നതിനേക്കാൾ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഞാൻ ക്വാളിറ്റിയുടെ ടീമുണ്ട്, പ്രൊഡക്ഷൻ ടീം, എല്ലാത്തിനും ടീമായിട്ട് ഓരോ ടീമും അവരവരുടെ ജോലികൾ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രഷ്നസ് എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിൽ, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിൽ, നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾക്ക് ഫ്രഷ്നസ് എല്ലാവർക്കും കീപ്പ് ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയുടെ കുറവ് കൊണ്ടാണ്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ മാർക്കറ്റിലൊരു മീൻ വരുന്നു, ഇന്ന് അത് വിറ്റ് മാറിയില്ലെന്ന് വെച്ചോ, തീർന്നില്ല. അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ആകെ അവന് ശരിയായ രീതിയിലാണെങ്കിൽ അവന് നല്ലോണം ഐസ് ചെയ്ത് വെക്കാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ഇതേ സമയം ഇന്ന് ദുബായിലെ മാർക്കറ്റിലാണ് മീൻ വരുന്നതെന്ന് വെച്ചോ, അവരിന്ന് വൈകുന്നേരം വിറ്റ് തീർന്നില്ല, നാളത്തേക്കുള്ള വെക്കണമെങ്കിൽ അവർക്ക് അവിടെ 0 to 4 ഡിഗ്രിയുള്ള ചിൽ റൂമുകൾ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർ ചിലപ്പോൾ അതിന് 1 കിലോയ്ക്ക് ഇത്ര പൈസ കൊടുക്കണമായിരിക്കും, എന്നാലും അവർക്ക് വെക്കാം. അതല്ല, എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം അടുത്ത 1 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ -40 ഫ്രീസ് ചെയ്തിട്ട് -20 അല്ല -18 കോൾഡ് സ്റ്റോർ ഉണ്ട്, അവിടെ സൂക്ഷിച്ചു വെക്കാം. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് വരുന്നത് ദുബായ് മാർക്കറ്റിൽ മീൻ മേടിക്കാൻ വരുന്ന ഒരാൾക്കും മോശം മീൻ, കെമിക്കലോ പ്രിസർവേറ്റീവ്സോ ചേർത്ത മീൻ കിട്ടില്ല എന്ന ഗ്യാരണ്ടിയാണ് ഗവൺമെൻറ് ആ പ്രൊവിഷനിലൂടെ നൽകുന്നത്. അതാണ് നമ്മുടെ രാജ്യത്തില്ലാത്തത്. സാർ, ഇപ്പോൾ ഇത്ര ഡിഗ്രിയിൽ മീൻ സൂക്ഷിച്ചാലും അത് ആ ഒരു പ്രിസർവേഷന് ഇന്ന കാലപരിധി, ഇന്ന ദിവസം അങ്ങനെ ഉണ്ടോ? ഉറപ്പായിട്ടുണ്ട്. അത് ഓരോ മീനിനെ ആശ്രയിച്ചിരിക്കും. ചില മീനുകൾക്ക് ഇപ്പോൾ മത്തിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് അങ്ങനെ സൂക്ഷിച്ചപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഇത് വ്യത്യാസം വരും. പക്ഷെ കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള മീനുകളുണ്ട്, അത് ചിലപ്പോൾ അങ്ങനെ ഒരു 5 ദിവസം വരെയൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അത് ഓരോ മീനിൻ്റെയും സ്വഭാവവും അതിൻ്റെയും ശരീരഘടന അനുസരിച്ചിട്ടാണ് അത് തീരുമാനിക്കപ്പെടുന്നത്. അപ്പം ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ പൈസ ചെലവഴിച്ചിട്ടുള്ളതും ഈ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികളെ ഉണ്ടാക്കിയെടുക്കാനാണ്. നമ്മുടെ ഇന്ത്യൻ നിലവാരത്തിൽ, ഇന്ത്യയുടെ ഡാറ്റകൾ അനുസരിച്ച് മീനും മീറ്റും മാത്രമല്ല, പച്ചക്കറികളും പഴങ്ങളും എല്ലാ ഫ്രഷ് സാധനങ്ങളും പ്രൊഡക്ഷൻ പോയിന്റിൽ നിന്ന് എൻഡ് കസ്റ്റമറുടെ അടുത്ത് എത്തുമ്പോൾ 25 to 30% വേസ്റ്റായി പോകുന്നു എന്നാണ് നമ്മുടെ കണക്കിപ്പോൾ. നമ്മുടെ ഡാറ്റ അങ്ങനെ കാണിക്കുന്നത്.
ആ 25-30% പ്രൊഡക്ഷൻ സെൻറ്ററിൽ നിന്ന് എൻഡ് കസ്റ്റമറുടെ അടുത്ത് എത്തുമ്പോൾ മോശമായി പോകുന്നു. അത് പക്ഷേ കഴിഞ്ഞ വർഷം ഫ്രഷ് ടു ഹോമിൻ്റെ വേസ്റ്റേജ് 1.5-3% ആണ്. മനസ്സിലായി? അത് ഞങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ആ വേണ്ട ടെമ്പർ ഞങ്ങളതിനെ കോൾഡ് ചെയിൻ എന്ന് പറയുന്നത്. ആ കോൾഡ് ചെയിൻ പിടിക്കുന്ന അവിടെ മുതൽ എൻഡ് കസ്റ്റമറുടെ അടുത്ത് വരെ ബ്രേക്ക് ചെയ്യാതെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. അപ്പോൾ അത്തരം ഒരു ഫെസിലിറ്റി നമ്മുടെ രാജ്യം അല്ല നമ്മുടെ സംസ്ഥാനം എല്ലായിടത്തും പ്രൊവൈഡ് ചെയ്യാതെ അങ്ങനെ ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോൾ എന്ത് പറ്റും? അത് വെക്കാൻ വേറൊരു വഴിയില്ല. അപ്പോഴാണ് നമ്മൾ കേൾക്കുന്ന കെമിക്കലുകളും പ്രിസർവേറ്റീവ്സൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നത്. കാരണം ഇവിടെ നടക്കുന്ന ഒരു ചെറിയ മീൻ കച്ചവടക്കാരനോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കടക്കാരനോ ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അവൻ്റെ വരുമാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയല്ല. അത് നമ്മൾ കൊടുക്കേണ്ടതാണ്. അതില്ലായ്മ നമ്മുടെ രാജ്യത്ത് മീനും മീറ്റും അല്ല, പഴങ്ങളായാലും പച്ചക്കറികളായാലും എല്ലാത്തിനും ഇത് ബാധിക്കുന്നുണ്ട്. അതിനെയാണ് ഞങ്ങൾ ബ്രേക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ വേസ്റ്റേജ് 1.5-3% ആക്കി മാറ്റിയത്. അതുകൊണ്ടാണ് ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പൊതുവേ ഉള്ളൊരു കംപ്ലൈൻറ്റ് വില കൂടുതലാണെന്നാണ്. അത് ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ വിലക്കെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ്. ക്വാളിറ്റി മാറ്റേഴ്സ് എന്നാണല്ലോ. ഇപ്പോൾ സാറേ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പം കേരളത്തെക്കുറിച്ച് രാഷ്ട്രീയക്കാർ പറയുന്നത്, ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയക്കാർ മാറി മാറി പറയുന്നത് കേരളം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റും, അല്ലെങ്കിൽ സംസ്ഥാനമാണ് എന്നുള്ള അവരുടേതായിട്ടുള്ള ചില അവകാശവാദങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ സാറ് തന്നെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, ഈ പച്ചമീനിന് $50 മില്യൺ ഒരു ബിസിനസ്സിൻ്റെ സാധ്യതയുണ്ടെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്തരം ബിസിനസ് സാധ്യതയുള്ള പ്രോഡക്റ്റ് അത് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ്സുകാർ അവർക്കൊക്കെ എത്രത്തോളം സപ്പോർട്ടാണ് ഇപ്പോൾ നമ്മളുടെ രാഷ്ട്രീയക്കാരും ഈ സംവിധാനവും സർക്കാർ സംവിധാനവും ഒക്കെ നൽകുന്നത്? ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെയൊക്കെ മനസ്സിലേ, നമ്മൾ പ്രത്യേകിച്ച് മലയാളികളായ നമ്മുടെ ഉള്ളിൽ ഒരു സാധനം കിടപ്പുണ്ട്. അതിപ്പോഴും മുഴുവൻ ഇറങ്ങിപ്പോയിട്ടില്ല. അതായത് ബിസിനസ്സുകാരനെന്ന് പറഞ്ഞാൽ ആരെയോ ഊറ്റി ജീവിക്കുന്ന ഒരുത്തനാണ്. വില്ലന്മാരാണ്. അവരെന്തോ ഞങ്ങളെ ഊറ്റി ഞങ്ങളുടെ ചോര കുടിച്ച് ജീവിക്കുന്നവനാണ് എന്നൊരു ധാരണ നമ്മുടെയൊക്കെ ഉള്ളിൽ പണ്ടത്തെ രാഷ്ട്രീയ വികാരങ്ങളോ വിചാരങ്ങളോ ഒക്കെ നമ്മുടെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പൊ കുറേ നാളുകളായിട്ട്, കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് അത് പതിയെ നമ്മുടെ മനസ്സിൽ നിന്ന് ഇറക്കി വിടാൻ ഗവൺമെന്റും സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ പതിയെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെതായ ഒരു മാറ്റം നമ്മുടെ നാട്ടിൽ കാണാനുണ്ട്. അത് ഈ ചിന്താഗതിയും ഈ മാറ്റവും തുടർന്നാൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ നമ്മുടെ കേരളം ഇന്ന് പറയുന്നത് മുഴുവൻ ഇപ്പോൾ പ്രാക്ടിക്കലല്ല, ആ പറയുന്നത് മുഴുവനിലേക്ക് നമുക്ക് അടുത്തൊരു 10 വർഷം കൊണ്ട് എത്താൻ പറ്റും. അങ്ങനെ നമ്മൾ എത്തിയില്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം ഇപ്പം ചെയ്യുന്ന പോലെ കടം മേടിക്കലല്ലാതെ വേറെ ഒരു വഴിയും നമ്മുടെ മുമ്പിൽ ഉണ്ടായില്ല. ഇപ്പോൾ പല ബിസിനസ്സുകാരും ആത്മഹത്യ ചെയ്ത ഒരു സംസ്ഥാനം കൂടിയാണ്. അപ്പോൾ പലപ്പോഴും ക്ലിയറൻസ് കിട്ടുന്നില്ല, പെർമിഷൻ കിട്ടുന്നില്ല. അങ്ങനെ സർക്കാർ സംവിധാനത്തിൻ്റെ പല നൂലാമാലകൾ കടന്നാണ് ഒരു വ്യവസായം ഇവിടെ പൊങ്ങി വരുന്നത്. അപ്പോൾ സാറ് പല നഗരങ്ങളിലും പല സംസ്ഥാനങ്ങളിലും പല രാജ്യങ്ങളിലുമായി ബിസിനസ് ചെയ്യുന്നൊരു ബിസിനസ്സുകാരനും കൂടെയാണ്. അപ്പോൾ ഈ കേരളത്തിൻ്റെ ഇത്തരത്തിലൊരു അന്തരീക്ഷം സാറ് പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കുറേ നൂലാമാലകൾ കടക്കണമല്ലോ, അതിനെക്കുറിച്ച് സാറിന് എന്താ തോന്നിയിട്ടുള്ളത്? ഭയങ്കര ഒരു ഇപ്പം ചോദിച്ച ചോദ്യം ഇവിടുത്തെ ഗവൺമെൻറ് അധികാരികളും മന്ത്രിമാരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോഴും നമ്മൾ പല നിയമങ്ങളും 50 വർഷവും 60 വർഷവും മുമ്പ് എഴുതി വെച്ച നിയമങ്ങളെയാണ് നമ്മളിപ്പോഴും കീപ്പ് ചെയ്യുന്നത്. ഇന്നാളെ ആരോ പറഞ്ഞിട്ട് വണ്ടിയിൽ വെള്ളം വെക്കണേ കൂജയ്ക്കകത്ത് വെക്കണം. മനസ്സിലായി? ഇതൊക്കെ മാറേണ്ട സമയത്ത് ഇതൊക്കെ മാറ്റണ്ടേ? അല്ലാതെ അതാണ് നിയമം, വേണമെങ്കിൽ ഉദ്യോഗസ്ഥനും അതാണ് നിയമം, നീ വെച്ചില്ല എന്ന് പോയി വേണം അവനെതിരെ തീരുമാനം എടുക്കാൻ, കോടതിയിൽ പോകാം, എല്ലാം ചിലപ്പോൾ അവന് അനുകൂലമായിരിക്കും. പക്ഷേ ഇതൊക്കെ മാറേണ്ട സമയത്ത് ഇതൊക്കെ മാറിയില്ലെങ്കിൽ നമ്മുടെ വളർച്ചയിൽ നമ്മൾ പുറകോട്ട് പോകും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ മെൻറ്റാലിറ്റിയുടെ വ്യത്യാസം. രാഷ്ട്രീയം ആർക്കും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്. കമ്പ്യൂട്ടർ വന്നപ്പോൾ നമ്മളെല്ലാം കൂടി തല്ലിപ്പൊളിച്ച് സമരം ചെയ്ത് അതൊക്കെ ഓടിച്ച് ഇവിടെ തൊഴിലുണ്ടാകില്ലെന്ന് പറഞ്ഞു. അന്ന് നമ്മൾ ആ സാധനത്തിനെ ഓടിച്ചില്ലായിരുന്നെങ്കിൽ ഈ ബാംഗ്ലൂരും ഹൈദരാബാദും ഇനി കൊച്ചിയിലും തിരുവനന്തപുരത്തും ഇരുന്നേനെ. മനസ്സിലായി? അപ്പം നമ്മൾ ചെയ്ത തെറ്റുകളാണ്. ഇനിയും നമ്മൾ രാജ്യം ലോകത്തിൻ്റെ പുരോഗതിയെ മാറ്റി നിർത്തിയിട്ട് അത് എൻ്റെ തൊഴിലവസരത്തെ നഷ്ടപ്പെടുത്തും, അതെൻ്റെ നാടിൻ്റെ സംസ്കാരത്തെ കളയും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെയൊക്കെ ഇങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ടിരുന്നാൽ ലോകം എന്നും പുരോഗമിച്ചുകൊണ്ടേയിരിക്കും. നിനക്ക് വേണമെങ്കിൽ നീ അതിൻ്റെ കൂടെ പോകാം. അതാണ് ലോകം പറയുന്നത്. ഞങ്ങളിങ്ങനെ പുരോഗമിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ പോരാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ ഗതി അത് ഏതുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പം നമ്മുടെ ആൾക്കാർ ഇപ്പോൾ ചിന്താഗതി പതായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞിടയ്ക്ക് USA ബോസ്റ്റണിൽ പോയപ്പോഴേ, ബോസ്റ്റണിലെ റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ ഭൂമിയുടെ അടിയിലെ 1913 അവൻ ഉദ്ഘാടനം ചെയ്തത്. ഈ 1913 നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു അറിയോ? നമ്മൾ പുലയൻ 30 അടി മാറി നടക്കൂ, ഈഴവൻ 25 അടി മാറി നടക്കൂ, ക്രിസ്ത്യാനി 10 അടി മാറി നടക്കുമെന്ന് അവൻ്റെ അടി അളന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനോട് ഭൂമിയുടെ അടി റെയിൽവേ ഓടിച്ചു തുടങ്ങി.
അതുകൊണ്ടാണ് അവൻ ലോകം ഭരിക്കുന്നത്. നമ്മളിതൊന്നും അംഗീകരിക്കാതെ നമ്മളിങ്ങനെ പഴയ സാധനമായിട്ട് ഇരുന്നിട്ട് കാര്യമുണ്ടാകും. ഇപ്പോഴാണ് നമ്മുടെ സമൂഹത്തിന് ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് നല്ലൊരു സൂചനയാണ്. അത് നമ്മളെ രക്ഷപ്പെടുത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. MBA പഠിച്ചവർക്ക് നമ്മുടെ നാട്ടിലൊരു എഞ്ചിനീയറിങ്ങും ഡോക്ടർ പോലെ തന്നെ MBA പഠിച്ചവർക്ക് നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു പ്രത്യേക റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ. കാരണം അവർക്കൊക്കെ ഈ വിവാഹ മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡാണ്, ഈ എഞ്ചിനീയർ, ഡോക്ടർ, MBAക്കാർക്കൊക്കെ. അപ്പോൾ ഈ നമ്മൾ ഈ ഒരു ബിസിനസ് നമ്മൾ അക്കാഡമിക്കലായിട്ട് പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. സാർ അങ്ങനെ MBA ഒന്നും പഠിക്കാതെ അക്കാഡമിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ബിസിനസ് അക്കാഡമിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പം ഒരു ബിസിനസ് സ്കൂളിലും പഠിക്കാത്ത ഒരു കാര്യം സാറിൻ്റെ പ്രാക്ടിക്കൽ ലേണിംഗ് പഠിച്ച ഒരു കാര്യം എന്താണ്? നമ്മൾ ബിസിനസ് എന്ന് പറയുമ്പോഴേ നമ്മളെപ്പോഴും, ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ തകർച്ചയിലൂടെയും ഉയർച്ചയിലൂടെയും പല വഴിയിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഇതൊന്നും പഠിക്കുമല്ല, ഏത് സാഹചര്യം വന്നാലും നേരിടാനുള്ള ഒരു മനസ്സിനെ സൃഷ്ടിക്കുകയാണ്. നമുക്ക് തളർച്ച വരാം, തകർച്ച വരാം, ഉയർച്ച വരാം, എല്ലാം വരും. അപ്പോൾ ഉയർന്നു പോവാണ് ചില മനുഷ്യരുണ്ട്. ഉയർന്നങ്ങോട്ട് പോയാൽ പിന്നെ അയലോകസിനെ കണ്ടി അറിയില്ല, സ്വന്തം അമ്മേനെ അറിയില്ല, നാട്ടുകാരെ അറിയില്ലാത്ത അവസ്ഥയിൽ പോകുന്ന ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഉയർച്ച വരുമ്പോഴും അവൻ മണ്ണിൽ നിൽക്കാൻ പഠിക്കണം. താഴ്ച വരുമ്പോഴും ഇതിനെയും കടന്ന് ഞാൻ പോകും, ഇതിനെ ഞാൻ നേരിടും എന്ന ഒരു ധൈര്യമുള്ള ഒരു മനസ്സിനെയാണ് നമുക്ക് സൃഷ്ടിക്കേണ്ടത്. ഇന്നിപ്പോൾ നമ്മുടെ കുട്ടികളിൽ കാണുന്ന ഒരു ചെറിയ പോരായ്മ അതാണ്. ചെറിയ തൊട്ടാവാടികളാണ്, ഒന്ന് ചെറിയൊരു കാര്യം മതി, അപ്പം തന്നെ അവർ തളർന്നു പോകും. അമ്മ വഴക്കിട്ട ഉടനെ ആറ്റിച്ചാടും, അല്ലേ? പരീക്ഷ പറഞ്ഞ തോറ്റവർ ആത്മഹത്യ ചെയ്യും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരുമ്പോൾ പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത മനസ്സുകളെയാണ് നമ്മളെ വീടുകളിൽ നമ്മൾ ഒരുക്കി വിടുന്നത്. അതുകൊണ്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏത് സാഹചര്യത്തെയും നേരിടാൻ, അവർക്ക് കുഞ്ഞിലേ തൊട്ട് അവർക്ക് അവരുടെ മുമ്പിലേക്ക് പ്രശ്നങ്ങൾ ഇട്ട് കൊടുക്കുന്നേ, അവരതിനെ നേരിടട്ടെ. പ്രശ്നങ്ങളെ നേരിടുമ്പോഴേ നമുക്ക് അതിനെ കവർ ചെയ്യാനും, നാളെ ഒരു കാലത്ത് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ, 7ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചാണ്, അവനെ വിടുന്ന ഒരു മാസം വീട്ടിലെ ചിലവും കാര്യം അവന് പൈസ കൊടുക്കുക. അവൻ ചിലപ്പോൾ ചെയ്യുമ്പോൾ 50 രൂപ കൂടുതൽ വരുമായിരിക്കും. അവൻ പോയി സാധനം മേടിച്ചുകൊണ്ട് വരട്ടെ, അവൻ സാധനങ്ങൾ ചെയ്യട്ടെ, അവന് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യും. സ്കൂളിലും കോളേജിലും അല്ലെങ്കിൽ നമ്മുടെ സാമുദായിക സംഘടനകളിലൊക്കെ ഉണ്ടാകുന്ന യുവാക്കൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള സംഘടന, അതിനകത്തൊക്കെ അവർ പ്രവർത്തിക്കട്ടെ. അവൻ സ്കൂൾ ലീഡർ ആകട്ടെ, അവൻ ഇച്ചിരി മഴയൊക്കെ കൊള്ളട്ടെ. ഇതൊന്നുമില്ലാതെ നമ്മളിങ്ങനെ പൊതിഞ്ഞു പോകുമ്പോഴാണ് അവർക്ക് ചെറിയ കാര്യങ്ങൾ വരുമ്പോഴവർ തളർന്നു പോകും. ശരിക്കും പറഞ്ഞാൽ ഒരു MBA പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഈ കരുത്തുള്ള മനസ്സുണ്ടാക്കാൻ നമ്മൾ പഠിക്കണം. അതുണ്ടെങ്കിൽ അവർക്കറിയാം അത് എങ്ങനെ നേരിടുമെന്ന്, അവർ ചെയ്തോളും. ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഏറ്റവും അത്യാവശ്യം ബിസിനസ്സിൽ തോന്നിയത്. സാർ, ഇപ്പോൾ നമ്മളെ എല്ലാ ബിസിനസ്സുകാരും, സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാരുടെ ലൈഫിലൊക്കെ അവർ റിസ്ക് എടുത്തിട്ടുണ്ട്. ആ റിസ്ക് എടുത്ത ഏതൊരു വ്യക്തിക്ക് സക്സസ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ സാർ, ഈ ബിസിനസ്, ഈ ഫ്രഷ് ടു ഹോം തുടങ്ങുന്ന സമയത്ത് സാറിന് അന്ന് തോന്നി ഇത് ഭയങ്കര റിസ്ക് അല്ലേ എന്ന് തോന്നി, പക്ഷേ റിസ്ക് ആയിക്കോട്ടെ, ഞാനത് ചെയ്യാൻ പോവുകയാണ് എന്ന് തോന്നിയ ഒരു ഡിസിഷൻ കാണില്ലേ? അങ്ങനെ ഒരു ഡിസിഷൻ എന്തായിരിക്കും? 2 സമയമുണ്ട്. ഒന്ന്, ഞാനൊരു കമ്പനി ജോലി ചെയ്യുന്ന സമയമായിരുന്നു. അപ്പം ഞാൻ ബിസിനസ്സുകാരനാവണമെന്ന് ഇങ്ങനെ മോഹം മൂത്ത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് കമ്പനി ജോലിക്ക് പോയത്. പക്ഷേ ആ കമ്പനി എനിക്ക് ഭയങ്കര കംഫർട്ട് സോൺ ആയതുകൊണ്ട് ഞാനവിടെ 11 വർഷം നിന്ന്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും പറ്റി. പക്ഷേ അന്ന് ആ സമയത്ത് ഞാൻ ചെല്ലുമ്പോൾ ഒരു ചെറിയ കമ്പനി, ഒരു ഇതായിരുന്നു, പാർട്ണർഷിപ്പ് കമ്പനിയാണ്. ഞാൻ ഇറങ്ങുമ്പോൾ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. അപ്പോൾ അത്രയും വലിയൊരു സ്റ്റാറ്റസിൽ മാനേജർ ഓപ്പറേഷൻസിൽ ഇരുന്ന ഒരാൾ, ഞാൻ പിറ്റേ ദിവസം തുടങ്ങാൻ പോണ ബിസിനസ് തീരുമാനിച്ചെന്നറിയാം, ഇത്തരം കമ്പനികൾക്ക് റോ മെറ്റീരിയൽ കൊണ്ടേ കൊടുക്കുക. അതായത് ഞാൻ ആ കമ്പനിയുടെ സീറ്റിൽ ഇരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ വന്ന് സാറേ എന്ന് വിളിച്ച് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരുടെ ജോലിയാണ് ഞാൻ ചെയ്യാൻ തീരുമാനിക്കുന്നത്. മനസ്സിലായി? അപ്പം ഞാനും അടുത്ത കമ്പനികളിൽ പോയിട്ട് അവർ നിൽക്കുന്ന പോലെ വന്ന് നിൽക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ഇറങ്ങണോ വേണ്ടയോ, അങ്ങനെ പക്ഷേ എനിക്ക് ബിസിനസ്സുകാരനായേ പറ്റൂ എന്നൊരു അടങ്ങാത്തതിൽ നിന്നാണ് ഞാൻ ആ തീരുമാനം എടുക്കാൻ ഞാൻ കുറേ പാടുപെട്ടന്ന്. ഈ ജോലി ആരും എന്നോട് സമ്മതിക്കല്ല. വീട്ടില് വൈഫ് ഒഴിച്ച് ബാക്കി ആരും ആ ജോലി രാജിവെച്ചോ എന്ന് പറയുന്നവരാരും ഇല്ല. എല്ലാവരും കളിക്കല്ലേ, നീ വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്കാണ് പോണത്, സൂക്ഷിച്ചു വേണം, അങ്ങനെ തീരുമാനം എടുക്കല്ലേ എന്നായിരുന്നു. അത് അവരും എന്നോട് വിരോധമായിട്ട് പറഞ്ഞല്ല, അവർക്ക് നമ്മൾ സേഫ് സോണിലായിരിക്കണമെന്ന് ആഗ്രഹം കൊണ്ട് പറഞ്ഞു. ആ തീരുമാനം എടുത്തത് ഭയങ്കരമായൊരു റിസ്ക് എടുത്തൊരു പരിപാടിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത് ഇത്രയും കൃത്യമായി ശമ്പളമൊക്കെ കിട്ടി മര്യാദയ്ക്ക് ജീവിക്കണം ഞാൻ. അത് ഉപേക്ഷിച്ചിട്ടൊരു ഇറങ്ങുന്നു, കിട്ടിയില്ലെങ്കിലോ വരുമാനം വന്നില്ലെങ്കിലും എങ്ങനെ ജീവിക്കും എന്നൊക്കെയുള്ളൊരു വലിയ ചോദ്യത്തിന് മുമ്പിലുള്ളപ്പോഴാണ് ഞാൻ ആ ജോലി രാജിവെക്കുന്നത്. അത് ഞാൻ ജീവിതത്തിലെടുത്തൊരു ഭയങ്കര റിസ്ക്കായിട്ട് ഞാൻ എടുത്തൊരു സാധനമാണ്. പിന്നെ സീറ്റ് ഹോം, ഫ്രഷ് ഹോമിന് മുമ്പുള്ള സീറ്റ് ഹോം തുടങ്ങാൻ എടുത്തൊരു തീരുമാനം. അതായത് ഓൺലൈനിൽ കൂടി മീൻ വിൽക്കാൻ. എനിക്കറിയാവുന്ന ഒത്തിരി ആൾക്കാരോട് ഇതിനെക്കുറിച്ച് സംസാരിച്ച്, ഒരാൾ പോലും അത് നല്ലതാണ്, അത് രക്ഷപ്പെടും എന്ന് ഒരാൾ പോലും പറഞ്ഞില്ല.
പറയില്ലാത്തത് അവർക്ക് എനിക്ക് നന്മ വന്നോന്ന് ആഗ്രഹിച്ചിട്ട് അവർ പറയണം വെറുതെ ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കില്ലെന്ന് പറയും. എൻ്റെ അനുജന്മാർ മാത്രം പറഞ്ഞ് ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ വരും, പക്ഷേ ഇപ്പം നമ്മൾ ഇറങ്ങിയാൽ എങ്ങനെയാവും എന്നറിയാൻ വയ്യ എന്ന് അതും അവർ മാത്രമേ അങ്ങനെ പറഞ്ഞു. ബാക്കി എല്ലാവരും ഒരാൾ പോലും എന്നോട് അനുകൂലമായി സംസാരിച്ചില്ല. ആ തീരുമാനം എടുത്തതിലും ഞാൻ പറഞ്ഞു ഒത്തിരി ഞാൻ ആലോചിച്ചിട്ട് എന്തായാലും ചെയ്യാം എന്ന് തീരുമാനിക്കും. അങ്ങനെ ഭയങ്കര റിസ്ക് എടുത്ത് ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിച്ച അങ്ങനെ. ഈ രണ്ട് പൊസിഷൻ വൈഫ് എന്ന് പറഞ്ഞാൽ വൈഫിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാലേ ഞങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ അപ്പൊ എന്റെ മനസ്സ് മുഴുവൻ ബിസിനസ്സാണല്ലോ, ബിസിനസ്സുകാരനാകണമെന്ന ആഗ്രഹം കൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കുക. അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞേ നമ്മൾ ഒരു സാധാരണ കുടുംബമാണ് ഞങ്ങളുടെ, അല്ല വലിയ സാമ്പത്തികമുള്ള അപ്പനും അമ്മയും ജോലിക്കാരൊന്നും അല്ലാത്ത ഒരു സാധാരണ കുടുംബം. അപ്പം ഞാൻ വേണ്ടി നമ്മളിപ്പോൾ ചെയ്യണമെന്ന് അറിയാം. ഇപ്പം നമ്മൾ ഈ മാസം ഹോസ്പിറ്റലിൽ ഒരു അത്യാവശ്യം വന്നാൽ നമ്മൾ ഉടനെ കൂട്ടുകാരോട് ഇച്ചിരി കാശ് കടം മേടിച്ച് ആ കാര്യങ്ങൾ തീർക്കും. എന്നിട്ട് ശമ്പളം കിട്ടുമ്പോൾ അവന് കൊടുക്കും. അടുത്ത പ്രാവശ്യം വേറെത്തിനോട് കടം മേടിക്കും. അവരും നമ്മളോട് ഇങ്ങനെ അങ്ങോട്ട് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതമാണ്. അപ്പം ഞാൻ അവളോട് പറഞ്ഞിട്ട് ഇത് എവിടെയെങ്കിലും വെച്ച് ഇതിനെ ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്താലേ നമ്മുടെ ജീവിതത്തിന് വേറെ ലെവലുണ്ടാവുള്ളൂ. ചിലപ്പോൾ നമ്മൾ ആ ബ്രേക്ക് താഴ്ത്തും പോവാം. ഏതെങ്കിലും നമ്മൾ മേലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അടുത്ത തലമുറയെങ്കിലും വേറൊരു ലെവലിലെ ജീവിതവും സാഹചര്യവും വേറൊരു ലെവലിലേക്ക് ആയും പിന്നെ അവരങ്ങനെ അങ്ങോട്ട് പൊക്കോളും. അപ്പം അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് ബ്രേക്ക് ചെയ്യണം. ഈ തലമുറകളായി ബ്രേക്ക് ചെയ്യാത്ത സ്ഥാനത്ത് നമുക്കൊന്ന് ബ്രേക്ക് ചെയ്യണം തീരുമാനിച്ച കാരണം ഞങ്ങൾ ഏത് റിസ്ക് എടുക്കാൻ അവൾ റെഡിയാണ്. അപ്പം ഞങ്ങൾ അതുകൊണ്ട് ഇതെന്തായാലും ബിസിനസ് തുടങ്ങാം എന്ന് ഞങ്ങൾ തീരുമാനിച്ച് അവൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ചേച്ചിക്കും ഇതുപോലെ ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണോ? കാരണം ചേച്ചിയിലെ ആ ഒരു ഐഡിയ പറഞ്ഞത്, ആ ഐഡിയ എന്നല്ലേ സാർ തുടങ്ങിയത്? കാരണം വില കൂടിയ രാജ്യത്ത് നിന്ന് എന്തിനാണ് വില കുറഞ്ഞ രാജ്യത്ത് പോയി വിൽക്കുന്ന ചേച്ചിയുടെ ഫാദറും അവരുടെ കുടുംബമൊക്കെ ബിസിനസ്സുകാരാണ്. ഞാൻ ചെല്ലുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ചേർത്തല സ്കൂളിലെ ഹൈസ്കൂൾ പഠിച്ചത്, ചേർത്തല ഹോളി ഫാമിലി ഹൈസ്കൂളിൽ. അവിടെ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ചേർത്തലയിലെ ഫേമസ് ആയിട്ടുള്ള ബിസിനസ്സുകാരിൽ ഒരാളാണ് ബേബി ചേട്ടൻ, പച്ചക്കറി ബേബി എന്ന് പറയുന്നത്. പുള്ളിയുടെ മോളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. പച്ചക്കറി ബേബി എന്ന് പറയുന്ന ആള് അന്ന് തൊട്ടേ ബിസിനസ്സുകാരാണ്, ഇങ്ങനെ കച്ചവടങ്ങളും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ ചോര ഉള്ളിലുണ്ടാവില്ല. അപ്പോൾ അവളാണ് സീറ്റ് ഹോം തുടങ്ങാനുണ്ടായ ഒരു കാരണം. ഞാൻ ഈ എക്സ്പോർട്ടൊക്കെ പൊളിഞ്ഞ് 2008 അതൊക്കെ പൊളിഞ്ഞ് ആകെ നിവൃത്തിയില്ലാതെ ഞങ്ങൾ ആ 10 വർഷം നേടിയതെല്ലാം നഷ്ടപ്പെട്ട് വീടും പറമ്പും മാത്രമായ അവസരത്തിലാണ് അവളാണ് പറയുന്നത്, പിന്നെ എന്തിനാണ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് എടുത്ത് പുറം രാജ്യങ്ങൾ കൊടുക്കുക, നമുക്ക് ഈ രാജ്യത്ത് തന്നെ വിറ്റാ പോരെ. ചേച്ചിക്ക് ആ ഒരു തോട്ട് എങ്ങനെയാ വന്നതെന്ന് സാർ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? കാരണം ചേച്ചി ഇതിനെ കുറിച്ചൊക്കെ ഇന്നാളൊരു ദിവസം ആരോ ഇതുപോലെ ഇന്റർവ്യൂ ചെയ്യുന്ന ആരോ അവളോട് തന്നെ നേരിട്ട് ചോദിച്ചു, രക്ഷോട്ട് പോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുത്താന്നാണ് അവൾ പറഞ്ഞത്. അവളിപ്പോ ഒരു ലേഡീസ് ഹോസ്റ്റലൊക്കെ നടന്നിട്ടുണ്ട്. ബിസിനസിന്റെ മൈൻഡാണ് ഉള്ളത്. ഇന്ന് കാണുന്ന ഫ്രഷ് ടു ഹോം അനുമ്പത്തെ സീറ്റ് ഹോം ഒക്കെ ഉണ്ടാകാനുള്ള കാരണം ഒരൊറ്റ ചോദ്യമാണ്. അല്ലെങ്കിൽ ഞാൻ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. കാരണം ഞാൻ എക്സ്പോർട്ടറാണ്. എക്സ്പോർട്ടർ എന്ന് പറഞ്ഞാൽ ഗമ വേറെയാണ്, എൻ്റെ സ്റ്റാറ്റസ് വേറെയാണ്. മീൻ കച്ചവടത്തിന് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ. ഇപ്പൊ പോലും ആൾക്കാർക്ക് അതിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോഴാണ് കുറച്ചൊക്കെ ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത്. അന്നത്തെ സാഹചര്യത്തിൽ മീൻ കച്ചവടത്തിന് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മോശമാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ എന്നെ അതിനിറക്കാൻ പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ച് എന്നെ ചിന്തിപ്പിച്ചതും ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ആ ഒരൊറ്റ ചോദ്യത്തിൽ നിന്നാണ്. അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഒരു സീറ്റ് ഹോം ഒന്നും ഉണ്ടാകില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ, ഫ്രഷ് ടു ഹോം തുടങ്ങിയതിന് ശേഷം സാറെടുത്ത ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു ഡിസിഷൻ എന്താണ്? ഞാൻ ഫ്രഷ് ഹോം കഴിഞ്ഞിട്ട് ഞങ്ങളെടുത്ത എല്ലാ തീരുമാനവും എൻ്റെ ഒറ്റയ്ക്കുള്ള തീരുമാനമല്ല, ഞങ്ങളുടെ ഒരു ടീമിൻ്റെ തീരുമാനം. ഞങ്ങളുടെ ടീമെടുത്ത ഏറ്റവും 2 റിസ്കി തീരുമാനങ്ങൾ, ഒന്ന് നമ്മുടെ നോട്ട് നിരോധനം വന്നപ്പോൾ ഞങ്ങളെടുത്ത തീരുമാനമുണ്ട്, പിന്നെ നമ്മുടെ കോവിഡ് വന്നപ്പോഴും. ഈ 2 തീരുമാനവും ഞങ്ങളെടുത്തത് വളരെ ശരിയായിരുന്നു എന്ന് ഞങ്ങൾക്ക് പിന്നീട് തോന്നി. പക്ഷെ ഞങ്ങൾ എടുത്തത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള തീരുമാനമാണ്. അതായത് ഞങ്ങൾ നോട്ട് നിരോധനം വന്നു. നോട്ട് നിരോധനം എന്ന് വെച്ചാൽ ഒരു ദിവസം രാത്രി പറയുന്നു നാളെ തൊട്ട് 500 രൂപയിൽ 1000 രൂപ നോട്ട് നിരോധിച്ചെന്ന് പറയുന്നു. അന്ന് ഞങ്ങളുടെ ഫ്രഷ് ടു ഹോമിൻ്റെ പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ 70% ക്യാഷ് ഓൺ ഡെലിവറിയാണ്. ഡെലിവറി ചെലവ് പൈസ തരും. 30% ഉള്ളൂ ഓൺലൈൻ പേയ്മെൻ്റ് ഒക്കെ അന്ന് നടത്തുന്ന ആൾക്കാർ. അപ്പോൾ ഈ 70% ആൾക്കാരും ക്യാഷ് ഓൺ ഡെലിവറി തരുമ്പോഴാണ് നമ്മൾ നോട്ട് നിരോധിക്കുന്നത്. നോട്ട് നിരോധനം വന്നു. 1 ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് ആൾക്കാരുടെ പൈസ തീർന്നു. പിന്നെ അവർ പതിയെ പർച്ചേസ് എല്ലാം കുറഞ്ഞ് ഞങ്ങളുടെ ഓർഡർ ദിനംപ്രതി ഇങ്ങനെ താഴത്തോട്ട് പോയി. 2 ദിവസം കഴിഞ്ഞാൽ ദിനംപ്രതി താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ഇത് അങ്ങേറ്റം ഈ 30% 30% പോയി നിൽക്കും. അങ്ങനെ നിൽക്കുവാണെങ്കിൽ നമ്മുടെ ഫ്രഷ് ഹോം ഒരു 2 മാസം കൂടി ഓടുകയുള്ളൂ മാക്സിമം. കാരണം നമ്മൾ 100% ഫാക്ടറി ആൾക്കാർ എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുക, വണ്ടികൾ, പർച്ചേസ് പോയിന്റുകളെല്ലാം സൃഷ്ടിച്ച് വെച്ചിരിക്കുക. അപ്പോഴാണ് ഈ സാധനം വരുന്നത്. അപ്പം ഞങ്ങളെല്ലാം കൂടി ആലോചിച്ചിട്ട് ഇതൊരു വഴിയില്ല, ഈ സാധനത്തിന് എന്തെങ്കിലും തീരുമാനം എടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്തായാലും ഒരു റിസ്ക് ഉണ്ട്, നമ്മൾ പൊട്ടും. പിന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾ നമ്മുടെ ഈ ചായക്കടകളിലും ബാർബർ ഷോപ്പിലേക്ക് പണ്ട് ഓർക്കുന്നുണ്ടോയെന്ന് അറിയാം, ചോക്ക് കൊണ്ട് എഴുതിയിട്ടുണ്ട്, ഇന്ന് രൊക്കം നാളെ കടം
എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ കടയില്ലെന്ന് പറയാനാണോ ഇന്ന് രൊക്കം നാളെ കടം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ സാധനത്തിന് ഞങ്ങളൊന്ന് എടുത്ത് തിരിച്ചിട്ട് ഇന്ന് കടം നാളെ രൊക്കമെന്നാക്കി. എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കസ്റ്റമറോട് പറഞ്ഞു, എല്ലാവരും ആവശ്യത്തിന് മീനും മീറ്റും മേടിച്ചോ, പൈസ നിങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞു. യാതൊരുവിധ എഗ്രിമെന്റ് പരുമായിട്ടില്ല, ഒരു കണ്ടീഷനും ഇല്ല. അപ്പൊ ഞങ്ങൾക്കറിയാം ഈ പൈസ കിട്ടിയില്ല നമ്മൾ എന്ത് ചെയ്യും, കിട്ടിയില്ല നമ്മൾ പൊട്ടിപ്പോകും. ഇനി നമ്മൾ റിസ്ക് എടുക്കാതെ നമ്മൾ പഴയ പോലെ പോവുകയാണെങ്കിൽ എന്നാലും പൊട്ടിപ്പോകും. ഏതായാലും ഒരു സാധനം നമ്മുടെ മുമ്പിൽ നിപ്പുണ്ട്, ക്യാഷ് കിട്ടിയല്ലേ. അപ്പൊ ഞങ്ങള് അന്നേരം ഞങ്ങളുടെ കസ്റ്റമർ 3 ലക്ഷം രജിസ്റ്റേർഡ് കസ്റ്റമേഴ്സ് ആണ് അന്ന് നമുക്കുള്ളത്. ഇന്ന് ഞങ്ങൾക്ക് 6 മില്യൺ ഉണ്ട്. ആ 3 ലക്ഷം രജിസ്റ്റേർഡ് കസ്റ്റമേഴ്സ് ഉള്ളപ്പോഴാണ് ഈ നോട്ട് നിരോധനം വന്നത്. അപ്പൊ ഞങ്ങൾ ആൾക്കാർക്ക് മുഴുവൻ SMS ഇട്ടു, നിങ്ങൾ സാധനം മേടിച്ചോ, പൈസ നിങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നാൽ മതി എന്ന്. ആൾക്കാരെല്ലാം മേടിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, ഇപ്പം നമ്മൾ അന്നൊക്കെ ഒരു ഫ്ലാറ്റ് സമുച്ചയം 500-600 മീറ്ററിലെടുത്ത് 5ഉം 6ഉം ഫ്രഷ് ഹോമിന്റെ ഓർഡറും കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അയൽവാസികൾ വെച്ച് നിങ്ങൾക്ക് എവിടെ നിന്ന് മീനും മീറ്റും കിട്ടും, അപ്പൊ ഞങ്ങളുടെ കമ്പനി കടം തരും, ഞങ്ങൾ പിന്നെ പൈസ കൊടുത്താൽ മതി. ഏത് കമ്പനി? ഫ്രഷ് ഓർഡർ. എവിടെ നിന്ന് കിട്ടും? ആപ്പ് ഓർഡർ. എല്ലാവരും ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങി. അപ്പം 4ഉം 5ഉം അതായിട്ട് പോയ ഓരോ ഫ്ലാറ്റിന്റെ അകത്തേക്കും നമ്മൾ 25-30 ഡെലിവറികൾ പോകാൻ തുടങ്ങി. ഇതെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ 3 ലക്ഷം കസ്റ്റമർ എന്നുള്ളത് ഞങ്ങൾ പോലും അറിയാതെ 6,20,000 മാറി. അതിനു മുമ്പ് ഞങ്ങളുടെ ലാസ്റ്റ് മിനിറ്റ് ഡെലിവറി 52-53 രൂപയായിരുന്നു. അത് നേരെ 46-ലേക്കോ 37-ലേക്കോ കൊണ്ട് കുറഞ്ഞു. കാരണം 5ആയിട്ട് പോയവൻ 15-20 പോണത്. അപ്പോൾ ഡെലിവറി ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ ആ ലാസ്റ്റ് മിനിറ്റ് ഡെലിവറി കോസ്റ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾക്ക് ഈ 3 ലക്ഷം കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാൻ ഞങ്ങൾ എത്ര കോടി രൂപ മുടക്കി കാണുമെന്ന് അറിയാം മാർക്കറ്റിങ്ങിന്. ഒരു പൈസ ചെലവഴിക്കാതെ ഞങ്ങളെടുത്തൊരു റിസ്കി ആയ തീരുമാനത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ നേട്ടങ്ങളാണ്. പക്ഷെ അപ്പോഴും ആ റിസ്ക് ബാക്കി കിടപ്പുണ്ട്. കസ്റ്റമർ പൈസ തന്നില്ലെങ്കിലോ അപ്പൊ തന്നെ കോടികളായി ആൾക്കാർക്ക്. പക്ഷെ നമ്മൾ കസ്റ്റമേഴ്സിനെ എത്രത്തോളം വിശ്വസിച്ചു അതിൻ്റെ ഇരട്ടി അവർ നമ്മളോട് കാണിക്കുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായതെന്നാണ്. ഞങ്ങളുടെ പണത്തിൽ 99.8% പൈസയും ഞങ്ങളുടെ അക്കൗണ്ടിൽ വന്നു. അത് ഭയങ്കര റിസ്കി തീരുമാനം ഞങ്ങളെടുത്തത്. രണ്ടും കൽപ്പിച്ച് ഞങ്ങളെടുത്ത തീരുമാനമാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ബിസിനസിന്റെ ടേൺ ഓവർ ഇപ്പോൾ എത്രയാണ്? കഴിഞ്ഞ വർഷം 1,100 കോടി രൂപയാണ്. പിന്നെ നമുക്ക് ഇന്ത്യയിൽ 13 ഫാക്ടറി ഉണ്ട്, ദുബായിൽ 3 ഫാക്ടറി ഉണ്ട്. ഇതിനേക്കാളേറെ സന്തോഷം ഇന്ത്യയിൽ ഡയറക്റ്റും ഇൻഡയറക്റ്റുമായി നമ്മൾ 17,000 ആൾക്കാർ നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. അത്രയും കുടുംബങ്ങൾ നമ്മളെ കൊണ്ട് ജീവിക്കുന്നു എന്നാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. സാർ, ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ ഒരു വിശ്വാസ്യത നേടിയെടുക്കുക എന്നുള്ളത് അതൊരു ചെറിയ കാര്യമില്ലല്ലോ. അതിനുവേണ്ടി സാറ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ. കാരണം മത്സ്യത്തൊഴിലാളികൾ ഇപ്പം നമ്മൾ പറയുന്നത് ഇപ്പം അയാളൊരു ബിസിനസ്സുകാരനാണ്, അയാളെ എങ്ങനെ വിശ്വാസം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അവരുടെ ഒരു വിശ്വാസം സാർ എങ്ങനെയാണത് നേടിയെടുത്തത്? നല്ല ചോദ്യം. അതായത് ഈ ഞാൻ കണ്ട ഒത്തിരി വിഭാഗം ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ കാണും അല്ലേ. പല വിഭാഗങ്ങൾ കാണും, പല ജോലികൾ ചെയ്യുന്നവർ, പല തൊഴിൽ ചെയ്യുന്നവർ, പല രീതിയിലുള്ള ആൾക്കാരെ കാണും. ഞാൻ പരിചയപ്പെട്ടെടുത്ത് ഇത്രയും നാളത്തെ എൻ്റെ ജീവിതത്തിൽ പരിചയപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥതയുള്ള ജനം ആരെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് മത്സ്യത്തൊഴിലാളികളാണ്. അവരോട് നമ്മൾ സ്നേഹിക്കുകയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ അവർ ജീവൻ തരും നമുക്ക് വേണ്ടി. അതാണ് അവരുടെ ഒരു പ്രത്യേകത. ഈ 2018 വെള്ളപ്പൊക്കം വന്നപ്പോഴാണ് ഒരുപക്ഷെ കേരളം മനസ്സിലാക്കിയത് അവർ അല്ലേ. അവർക്ക് അവാർഡ് കിട്ടുമെന്നോ അല്ലെങ്കിൽ അവരെ ആരെങ്കിലും അംഗീകരിക്കുമെന്നോ ഓർത്തിട്ടല്ലല്ലോ. തങ്ങളുടെ സഹോദരങ്ങൾ ജീവന് വേണ്ടി കേഴുന്നു, ഞങ്ങൾക്കറിയാവുന്ന ജോലി ചെയ്താൽ അവർ രക്ഷപ്പെടും എന്നവരറിഞ്ഞപ്പോഴാണ് അവർ വള്ളവും മരയൊക്കെയായിട്ട് ഇറങ്ങിയതെന്നേ. ആരും അവരെ വിളിച്ചിട്ടല്ല, അവരങ്ങ് പോകുവാണ്. അത് അവരിലുള്ളതുപോലത്തെ ഇത്രയും ആത്മാർത്ഥമുള്ള ജനസമൂഹത്തെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ആ ജനങ്ങൾ അവർക്ക് വേണ്ടപ്പെട്ടതാണ്, ഞങ്ങളെ സഹായിക്കുന്നവനാണെന്ന് കണ്ടാൽ, ഞങ്ങൾക്ക് വേണ്ടിയുള്ളവനാണെന്ന് കണ്ടാൽ അവർ തിരിച്ചതുപോലെ തന്നെ നമ്മളോട് നിൽക്കുന്നത്. മനസ്സിലായി. ഞാൻ അവരിൽ നിന്ന് ഇത്രയും വർഷമായിട്ട് എല്ലാ കടപ്പുറങ്ങളിലും ആൾക്കാർ നമ്മുടെ പരിചയക്കാരും ആൾക്കാർക്കുണ്ട്. പക്ഷേ ഈ ഞാൻ മുമ്പ് പറഞ്ഞില്ല, ഞാനൊരു 10 വർഷം ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെടും. ആ നഷ്ടപ്പെട്ടത് മുഴുവൻ എന്തിനാണെന്ന് അറിയോ? ഞാൻ കടപ്പുറത്തുനിന്ന് വാങ്ങിയ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കച്ചവടം നഷ്ടമായതുകൊണ്ട് കിട്ടുന്ന പൈസ കൊണ്ട് അവർക്ക് കൊടുക്കാൻ തികയുന്നില്ല. അപ്പോൾ ആ ഇത്രയും നാൾ ഞാൻ ചെയ്ത കുറേ കടങ്ങളെല്ലാം വീട്ടാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ഓരോ വസ്തുക്കളും വിറ്റത്. ഞാനിപ്പോൾ അന്നൊക്കെ വിൽക്കുമ്പോൾ ഓരോ സ്ഥലങ്ങൾ വിൽക്കുമ്പോൾ ആ സ്ഥലത്തിൻ്റെ വാതിൽ കൂടി പോകുമ്പോൾ എൻ്റെ കണ്ണ് നിറയുമായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായി, ഞാനത് വിറ്റ് അന്ന് അവർക്ക് ആ പൈസ കൊടുത്തത് കൊണ്ടാണ്. ഇന്ന് നിങ്ങൾ കേരളത്തിലല്ല ഇന്ത്യയിൽ ഏത് കടപ്പുറത്ത് ചെന്നിട്ടും മാത്യുവിനാണ് മീറ്റെന്ന് ചോദിച്ചാൽ, മീനെന്ന് പറഞ്ഞാൽ എപ്പോൾ പൈസ വരുന്നവർ ചോദിക്കുക പോലും ചെയ്യല്. 100% ഉറപ്പാണ്. കാരണം ആ ക്രെഡിബിലിറ്റിയെ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് ഒരുപക്ഷെ എൻ്റെ കുറേ മുതലുകൾ നഷ്ടപ്പെട്ടിട്ടായിരിക്കാം. പക്ഷേ എത്ര മുതലിവിടെ കിടന്നാലും ആ ക്രെഡിബിലിറ്റി എനിക്ക് അവരുടെ ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു.
അപ്പോൾ ഞാനത് വിറ്റത് അന്നൊക്കെ സങ്കടമാണെങ്കിലും ഇന്ന് എനിക്ക് മനസ്സിലായി അത് ഞാൻ ചെയ്ത ഏറ്റവും നല്ല തീരുമാനങ്ങളൊന്നാണ്. കാരണം ഈ പാവങ്ങൾ ജീവൻ പണയം വെച്ച് പോയിട്ട് നമ്മുടെ കടപ്പുറത്ത് നിങ്ങൾ തിരക്കോ പല ആൾക്കാരെയും പറ്റിച്ചു പോയി, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പൈസ കൊടുക്കാതെ പോയവർ. അങ്ങനെയുള്ളൊരു സാഹചര്യം അവിടെ ഉള്ളപ്പോൾ നമ്മളിതെല്ലാം വിറ്റിട്ട് പൈസ കൊടുക്കുന്നു എന്ന് അവർക്കറിയാം. അപ്പോൾ പിന്നെ അവർക്കറിയാം ഇവൻ്റെ ജീവനുണ്ടെങ്കിൽ ഞങ്ങളുടെ പൈസ തന്നിരിക്കും എന്നൊരു ക്രെഡിബിലിറ്റി എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത് ഭയങ്കര വലിയ നേട്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സാർ ഇപ്പോൾ അത് പറഞ്ഞപ്പോഴാണ്, സാർ ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്കൊരു പീക്ക് ലെവൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ. അത് പല ഫാക്ടേഴ്സും ഉണ്ടായിരിക്കും ഈ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. എന്തായാലും ഒരു ഫാക്ടർ എടുത്ത് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ വിശ്വാസം നേടാൻ സാധിച്ചത്, അവരുടെ ജീവിതം മെച്ചപ്പെട്ടത് ഈ ഫ്രഷ് ടു ഹോം ബിസിനസ്സിലൂടെ. പിന്നൊന്ന് കെമിക്കൽ ഫ്രീ പ്രോഡക്റ്റ് വിൽക്കുന്നു, മറ്റൊന്ന് ബിസിനസ് ഗ്രോ ചെയ്യുന്നു, സാമ്പത്തികമായിട്ടുള്ള നേട്ടം. സാറിന് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് ഏത് ഫാക്ടറാണ്? ഒരു ഫാക്ടർ പറയുകയാണെങ്കിൽ. ഞാൻ മുമ്പ് പറഞ്ഞില്ല, ഇന്ത്യയിൽ നമ്മൾ മീൻ കച്ചവടം തുടങ്ങുന്ന സമയത്ത്, ഞാൻ തുടങ്ങുന്ന സമയത്ത് മീൻ കച്ചവടം എന്ന് പറയുന്നത് ഒരു ഗ്ലാമറും ഇല്ലാത്ത, ആർക്കും വേണ്ടാത്ത, മീൻ കച്ചവടക്കാരനെന്ന് പറഞ്ഞാൽ സമൂഹത്തിന് ഏറ്റവും താഴെക്കിടയിലാണെന്നൊരു തോന്നൽ ജനിപ്പിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഈ കച്ചവടത്തിന് ഇറങ്ങിയത്. എനിക്ക് ചെയ്യാൻ പറ്റും, എൻ്റെ മനസ്സിൽ ഞാൻ ചെയ്തത് കൊണ്ടൊരു മാറ്റമുണ്ടായെന്ന് എനിക്ക് മനസ്സിലായത്, ഒരു ഗ്ലാമറും ഇല്ലാത്ത മീൻ കച്ചവടത്തിന് പോലും ഇങ്ങനെയൊക്കെ ആകാമെങ്കിൽ ഞങ്ങൾക്കും ഇതൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഏത് തൊഴിലിനും അതിൻ്റേതായ വിജയവും മഹാത്മ്യവും ഉണ്ടെന്ന് നമ്മുടെ യുവജനങ്ങളുടെ ഇടയിൽ ഉണ്ടായൊരു സാംസ്കാരികമായ ഒരു ചേഞ്ചുണ്ട്. ഒരു തൊഴിലിനോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡിൽ ഉണ്ടാക്കിയൊരു മാറ്റമുണ്ട്. മീൻ കച്ചവടം പോലും ഇങ്ങനെ ചെയ്ത് ഇങ്ങനെയൊക്കെ ആകാമെന്നൊരു സാധനം ഇന്ന് നിങ്ങൾ നോക്കിക്കോ. നമ്മൾ പണ്ട് പ്രതീക്ഷിക്കാത്ത വിദ്യാഭ്യാസ യോഗ്യതയുള്ള പല കുട്ടികളും ഇന്ന് മീൻ കച്ചവടം ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പിന്നിൽ എൻ്റെ ഒരു ഈ ബിസിനസ് ജീവിതവും ഞാൻ അതിൻ്റെ പിന്നിൽ ഒരു ചെറിയ പ്രചോദനമാകാൻ ഞാൻ കാരണക്കാരനായിട്ടുണ്ട് എന്നതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷങ്ങളൊന്നും. സാർ, ഇപ്പോൾ പലർക്കും ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ചിലവരൊക്കെ പറയും, നിനക്ക് അതിനുള്ള ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് ഇല്ല, നിനക്ക് അതിനുള്ള ഒരു ക്ലവർ ഇതില്ല, ഒരു ബിസിനസ് ആവുന്നതിന് അതിനൊരു പ്രത്യേക ബുദ്ധി വേണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ബിസിനസ്സുകാരനാവാൻ പറ്റുമോ? അതായത് സക്സസ്ഫുൾ ബിസിനസ്സുകാരനാവാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. എൻ്റെ നോട്ടത്തിൽ ഇതൊന്നും ക്ലവറും ബുദ്ധിയൊന്നുമല്ല. റിസ്ക് എടുക്കാൻ മനസ്സില്ലാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ബിസിനസ്സുകാരിയോ ആകാൻ പോകരുത്. ഇത് എന്നും പ്രതിസന്ധികളാണ്. എത്ര വലിയവനായാലും എത്ര ചെറിയവനായാലും ഏതെങ്കിലും സമയത്തൊക്കെ വലിയ പ്രതിസന്ധികളെ നേരിട്ടേ പറ്റുള്ളൂ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഈ ഫ്രഷ് ടു ഹോം ജീവിതാവസാനം വരെ ഇങ്ങനെ നിൽക്കുമെന്ന്? ഇല്ലെന്ന്. ഇതിനൊക്കെ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക്. അതിനൊക്കെ നമ്മൾ നേരിടുമായിരിക്കാം. അങ്ങനെ നേരിടാൻ എന്നെക്കൊണ്ട് പറ്റും, എന്ത് പ്രതിസന്ധി വരെ ഞാൻ പിടിച്ചു നിൽക്കുമെന്ന് 100% മനസ്സിൽ ഉറപ്പുള്ള, റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർ മാത്രമേ ഈ പണിക്കിറങ്ങാവുള്ളൂ. അല്ലാത്തൊരു ബിസിനസ്സിന് ഇറങ്ങരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാർ, ഇപ്പോൾ പലരും ഈ ചെറുപ്പക്കാർ ഈ സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങുമല്ലോ, അവരോട് ഒരിക്കലും ചെയ്യരുത് എന്ന് സാറിന് പറയാനുള്ളൊരു കാര്യം എന്താണ്? ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് അബദ്ധത്തിൽ വീഴരുത് എന്ന് സാറിന് അങ്ങനെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എന്തായിരിക്കും സാറിന്? ഫണ്ടിങ്ങിന് വേണ്ടി ഒരിക്കലും സ്റ്റാർട്ടപ്പുകൾ തുടങ്ങരുത്. സ്റ്റാർട്ടപ്പുകൾ ഇപ്പോൾ ഒത്തിരി സ്റ്റാർട്ടപ്പുകൾ നമ്മളോട് തുടങ്ങുന്നുണ്ട്. പലരും എന്നെ കാണാനൊക്കെ വരുന്നവരുണ്ട്, എന്നോട് സംസാരിക്കാറുണ്ട്. ചിലരൊക്കെ സ്റ്റാർട്ടപ്പിന്റെ കാർഡ് അടിക്കുന്നത് തന്നെ ഫണ്ട് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചുകൊണ്ടാണ്. അങ്ങനെയൊന്നും നിങ്ങൾ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങരുത്. നിങ്ങൾ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നത് എന്തിനാണെന്നറിയാം? ഈ ലോകം അഭിമുഖീകരിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴും ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഏതെങ്കിലും അതിനൊരു പ്രോബ്ലത്തിനൊരു സൊല്യൂഷനായിട്ട് വേണം നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ. ഇപ്പം ഞാൻ സീറ്റ് ഹോം തുടങ്ങിയപ്പോൾ എൻ്റെ 5 പൈസ ഇല്ലായിരുന്നു ചിലവഴിക്കാൻ, അഡ്വർടൈസ്മെൻറ്റിനോ മാർക്കറ്റിങ്ങിനോ ഒന്നിനും. പക്ഷേ എന്നിട്ടും സീറ്റ് ഹോമിനെ ജനം ഏറ്റെടുത്തു. എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ തുടങ്ങുന്ന സമയത്ത് ഇന്ത്യയിലെ കോടിക്കണക്കിന് ആൾക്കാർ വിചാരിച്ചിരുന്നു ഈ കെമിക്കലും പ്രിസർവേറ്റീവ്സും ഒന്നും ഇല്ലാത്ത നല്ല മീൻ ആരെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടും തന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വലിയ ജനസമൂഹം ഇന്ത്യയിലുണ്ടായിരുന്നു. അവരുടെ വലിയൊരു പ്രോബ്ലത്തെയാണ് സീറ്റ് ഹോം ഫേസ് ചെയ്തതും പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനുമായിട്ടാണ് സീറ്റ് ഹോം അവരുടെ മുന്നിലേക്ക് എന്നത്. അതുകൊണ്ടാണ് സീറ്റ് ഹോം വളർന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഫ്രഷ് ടു ഹോം വളർന്നു നിൽക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്താലും ഈ സമൂഹം നേരിടുന്ന ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയിരിക്കണം നിങ്ങളുടെ ബിസിനസ്. എത്രത്തോളം ജനങ്ങളുടെ പ്രോബ്ലത്തിനെ ആണ് നിങ്ങൾ സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുന്നത്, അത്രത്തോളം നിങ്ങളുടെ ബിസിനസ് വളരും.
ഞാനൊക്കെ പണ്ട് ഈ കടപ്പുറത്തൊക്കെ പോകില്ല, ഇപ്പോൾ ഉദാഹരണം ഞാൻ വിഴിഞ്ഞത്ത് പോകും. തിരുവനന്തപുരത്താണ് ഞങ്ങൾ ഹോട്ടലല്ല ലോഡ്ജുകൾ. അപ്പം നമ്മൾ എങ്ങനെ റൂം എടുക്കണം? നമ്മൾ ചെന്നിട്ട് ഓരോ ലോഡ്ജിലും ചെല്ലും, റൂം ഉണ്ടായേട്ടാ, പുള്ളി ഒരു പേപ്പർ ഇല്ല, ഇന്ന് ഇവിടെ ഇല്ല, റൂമില്ല, ഫില്ലാണ്. നമ്മൾ അടുത്ത ലോഡ്ജിൽ പോകും. നമ്മൾ പെട്ടിയൊക്കെ ചുമന്നുകൊണ്ട് നടക്കുവാണെങ്കിൽ അങ്ങനെ 5-6 ലോഡ്ജിൽ കയറുമ്പോഴായിരിക്കും ചിലപ്പോൾ ലോഡ്ജ് റൂം കിട്ടും, നമ്മൾ താമസിക്കുന്നത്. ഇന്ന് അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പം അന്ന് അത് ആ പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്നു. ആ പ്രോബ്ലത്തിനെ സൊല്യൂഷനായിട്ടാണ് ഓയോ വന്നത്. ഓയോ വന്ന് ഇപ്പോൾ പിന്നെ ഇഷ്ടംപോലെ ഇൻ്റർനാഷണൽ അതുപോലത്തെ Booking.com അതും ഇതൊക്കെ ആയിട്ട് മേക്ക് മൈ ട്രിപ്പ് ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വന്നു. അപ്പോൾ അത്തരം ഒരു ജനം ഫേസ് ചെയ്ത ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനുമായിട്ട് വേണം നമ്മൾ മുന്നോട്ട് വരാൻ. എങ്കിൽ മാത്രമേ നമ്മുടെ ബിസിനസ്സിനെ ആൾക്കാർ ഏറ്റെടുക്കുകയുള്ളൂ. അല്ലാതെ നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കാരായതുകൊണ്ടല്ല, അവരുടെ ജീവിതത്തിൽ അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷനാണ് ഇവൻ. അതുകൊണ്ടാണ് അവൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പം അത്തരം ഒരു സൊല്യൂഷനായിട്ട് വേണം നിങ്ങൾ ഏതെങ്കിലും, അങ്ങനെ ആയിരക്കണക്കിന് പ്രോബ്ലംസ് ഇപ്പോഴും ജനം അഭിമുഖീകരിക്കുന്നുണ്ട് അല്ലേ? ഇപ്പോഴും ഉണ്ട്, എല്ലാ മേഖലകളിലും ഉണ്ട്. അപ്പം അത്തരത്തിൽ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ നിങ്ങളിൽ ഉണ്ടാവണം. എന്നിട്ട് നിങ്ങൾ അതിനെ സ്റ്റാർട്ടപ്പോ ബിസിനസ്സോ ആക്കി മാറ്റാവുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഇത് പക്ഷേ ഞാനീ പറയുന്നത് ബിസിനസ് പഠിച്ചവരോ ബിസിനസ് തത്വചിന്തകന്മാരൊന്നും ചിലപ്പോൾ അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ പ്രാക്ടിക്കൽ ബുദ്ധിയിൽ നിന്ന് പറയുന്നതാണ്. സാർ, ഇപ്പോൾ സമീപത്തായിട്ട് കണ്ടുവരുന്ന ഒരു ബിസിനസ്സാണ് ഈ വീടുകളിൽ തന്നെ മത്സ്യ വളർത്തൽ കേന്ദ്രങ്ങൾ, അതിനുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ടാക്കി അത്തരം രീതിയിൽ കച്ചവടം നടത്തുന്നുണ്ട്. സാർ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടോ? സാറിൻ്റെ വീട്ടിൽ തന്നെ അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ? പിന്നെ ഞങ്ങൾ ഫ്രഷ് ടു ഇപ്പോൾ 40 ഏക്കർ മത്സ്യം കൃഷി ചെയ്യുന്നുണ്ട്. ആലപ്പുഴ അമ്പലപ്പുഴ മുതൽ തോട്ടപ്പള്ളി വരെയുള്ള സ്ഥലത്ത് ഞങ്ങൾ 40 ഏക്കർ അവിടുത്തെ കർഷകരുമായി ചേർന്നുകൊണ്ട്, അവരാണ് ദൈനംദിന കാര്യങ്ങൾ നോക്കുന്നത്, കർഷകരുമായി ചേർന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ സാധനം കേരളത്തിൽ ഇനി വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു മേഖലയാണ്. ഞാൻ കഴിഞ്ഞിടയ്ക്ക് പുതിയ ഫിഷറീസ് മിനിസ്റ്ററെ കണ്ടിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇത് ഫാമിംഗ്, ഇത് ഭയങ്കര പ്രതീക്ഷ നമുക്ക് നൽകും. ഇപ്പം നമ്മൾ ഫാം ചെയ്യുന്ന എവിടെയാ? എല്ലാം ഉൾനാടൻ ജലാശയങ്ങളിലാണ്. അതിന് പകരം നമ്മുടെ 600 കിലോമീറ്റർ കടൽ തീരമുണ്ട് കേരളത്തിൽ. ഈ കടൽ തീരങ്ങളെ മത്സ്യത്തൊഴിലാളികളുടെ സഹകരണത്തോടെ, അവരുടെ പങ്കാളിത്തത്തോടെ നമ്മൾ ആ കടൽ തീരങ്ങളെ കൂടി ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറായാൽ, ലോകത്തിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒത്തിരി ടെക്നോളജികളുണ്ട് കടലിലൊക്കെ മീൻ കൃഷി ചെയ്യാൻ പറ്റുന്ന. ആ ടെക്നോളജികളെ എടുത്ത് നമുക്കിത് ചെയ്യാൻ പറ്റിയാൽ കേരളത്തിൻ്റെ നിറം മാറിപ്പോകും. വളരെ വലിയ സാധ്യതകളുള്ള ഒരു മേഖലയാണ് ഫാമിംഗ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വളരുന്ന ഫുഡ് സെക്ടറിൽ ഒന്നാണ് ഫാമിംഗ്. അതിന് നമുക്ക് ദൈവം അനുഗ്രഹിച്ച ഒത്തിരി സാഹചര്യങ്ങളുടെ പ്രകൃതി ഒരുക്കി തന്നിട്ടുണ്ട്. നമ്മൾ പക്ഷെ അതിനെ ഉപയോഗിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സാറ് ചില കണക്കുകൾ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ചോദ്യം മനസ്സിൽ വന്നത്. ഇപ്പോൾ നമ്മൾ ചില കുട്ടികളൊക്കെ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കണക്കിന് ഭയങ്കര വീക്കായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ആർട്സ് അങ്ങനെയുള്ള കാര്യത്തിലായിരിക്കും ഇൻട്രസ്റ്റ്. പക്ഷെ അവർക്കിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ്സുകാരന് എങ്ങനെയാണ് ഈ കണക്കിൽ നല്ല പ്രാവീണ്യമുള്ള ആൾക്ക് നല്ലൊരു ബിസിനസ്സുകാരനാവാൻ പറ്റൂ? അങ്ങനെ ഉണ്ടോ? ഒന്നുമില്ല. അതൊക്കെ നമുക്ക് കണക്കുകൾ ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടും. മനസ്സിലായി? അവൻ ആർട്സിലാണ്, എന്തിനെങ്കിലും ഒരു പാഷൻ അവന് വേണം. ആ പാഷൻ വേണം അവൻ ബിസിനസ് തുടങ്ങാൻ. അല്ലാതെ ആർട്സിൽ ബിസിനസ് പാഷൻ ഉള്ള ഒരുത്തൻ മീൻ കച്ചവടത്തിന് പോയിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായി? ആ മീനിനകത്ത് പാഷനുള്ള ഒരുത്തൻ നാടകം കളിക്കാൻ പോയിട്ട് കാര്യമില്ല. ഇന്ന് ലോകത്ത് പണ്ടൊക്കെ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഒന്നെങ്കിൽ IPS ആണ്, IAS ആണ്, ചാർട്ടേഡ് അക്കൗണ്ട് ആണ്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, ഇതിനപ്പുറത്തേക്ക് ഒരു ചാൻസ് ഇല്ല നമ്മുടെ മുമ്പിൽ. ഇന്ന് അതല്ലല്ലോ. ഇന്ന് എല്ലാത്തിനും ചാൻസ് ഉണ്ട് അല്ലേ? പടം വരച്ചാലും ചാൻസ് ഉണ്ട്, ഡാൻസ് കളിച്ചാൽ ചാൻസ് ഉണ്ട്, പ്രസംഗം പറഞ്ഞാൽ ചാൻസ് ഉണ്ട്, എന്തിന് മോട്ടിവേഷൻ സ്പീക്കിംഗ് നടത്തിയാൽ ചാൻസ് ഉണ്ട്, എല്ലാത്തിനും ചാൻസ് ഉണ്ടെന്ന്. കബഡി കളിച്ചാൽ ചാൻസ് ഉണ്ട്, ഫുട്ബോൾ കളിച്ചാൽ ചാൻസ് ഉണ്ട്, ക്രിക്കറ്റ് കളിച്ചാൽ ചാൻസ് ഉണ്ട്, എല്ലാത്തിനും ചാൻസ് ഉണ്ടെന്ന്. അപ്പൊ നിങ്ങളുടെ മക്കളുടെ ആഗ്രഹം, അവരുടെ പാഷൻ എന്തെന്ന് നിങ്ങൾ കണ്ടുപിടുത്തി കൊടുത്താൽ മതി. ബാക്കി പിള്ളേർ നോക്കിക്കോളൂ. അവർക്ക് അതിനുള്ള തലയെ ഊളാക്കുള്ള പിള്ളേര്, ഒരു സംശയമില്ല, ഇല്ലേ? എന്നേക്കാളും മിടുക്കനല്ല എൻ്റെ മകൻ, അല്ല എൻ്റെ അത്രയും പോരാ എൻ്റെ മകള് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ മിസ്റ്റേക്കാണ്. നമ്മളൊക്കെ വിറ്റ കാശ് അവർ പിള്ളേരെ പോക്കറ്റ് കിടപ്പുണ്ട്. അത്ര നല്ല പിള്ളേരാവുന്നത്. ഞാൻ എപ്പോഴും പറയും, ഞാൻ കടലിൽ കിടന്ന് മീനാണ് എടുത്ത് കമ്പ്യൂട്ടറിൽ കൂടെ വിറ്റെങ്കിലേ ആകാശത്ത് നിന്ന് മീനുണ്ടാക്കി വന്ന പിള്ളേരുണ്ട്. ഓരോ ജനറേഷനും ഭയങ്കര. എന്നിട്ട് ആ കുട്ടികളെയാണ് നമ്മൾ വില കുറച്ച് കാണുന്നത്. മനസ്സിലായി? ഒരിക്കലും അത് ശരിയായ രീതിയല്ല. അവരെ നമ്മൾ ഉപയോഗിക്കാത്തത് നമ്മുടെ കുഴപ്പമാണ്, അത് അവരുടെ കുഴപ്പമല്ല. സാർ, ഇപ്പൊ അവസാനമായിട്ട് എന്തായിരിക്കും സാറ്
ലെഫ്റ്റ് ചെയ്യുന്ന ഒരു ലെഗസി എന്ന് പറയുന്നത്? കാരണം ഈ ഒരു വലിയൊരു ബിസിനസ്, കാരണം നമ്മളൊക്കെ സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു മീൻ കച്ചവടം എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ അത്രത്തോളം ഒരു റെസ്പെക്റ്റോ വാല്യൂ തരുന്ന ഒരു തൊഴിൽ മേഖലയല്ല. പക്ഷെ അതിൽ നിന്ന് ഇപ്പോൾ കോടികൾ ആസ്തിയായി. ഫ്രഷ് ടു ഹോം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ കൺസ്യൂമേഴ്സിൻ്റെയും ഒരു ഹൗസ് ഹോൾഡ് പോലെയാണ്. സാർ ഈ ബിസിനസ്സിലൂടെ ലെഫ്റ്റ് ചെയ്യുന്ന ഒരു ലെഗസി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? എൻ്റെ പോയിന്റ് പറഞ്ഞാൽ മീൻ കച്ചവടം പോലും ഇങ്ങനെ ആക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയ അല്ല, നിങ്ങളുടെ കുട്ടികളുടെ മനസ്സിലുള്ള ഐഡിയ വെച്ച് ഇതിനേക്കാൾ വലുത് എത്രയോ സൃഷ്ടിക്കാൻ പറ്റും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞാനൊരു ഇന്ത്യൻ ബിസിനസ്സുകാരൻ എന്ന നിലയിൽ എനിക്ക് പല രാജ്യങ്ങളിൽ പോകുമ്പോൾ എനിക്ക് വന്നിട്ടുള്ളൊരു വിഷമം എന്നാന്ന് പറയുന്നത് സങ്കടം. അതെൻ്റെയും കൂടി തെറ്റാണ്. അതായത് ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ലഭ്യമായിട്ടുള്ള ഒരു ഇന്ത്യൻ ബ്രാൻഡ് ഇതുവരെ ഈ രാജ്യത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പറയാൻ പറ്റുമോ ഒരു സാധനം? ശരിയാണ്. ഒരു ബ്രാൻഡ് പോലും ഇല്ല. നമ്മുടെ ബിസിനസ്സുകാർ, രാജ്യത്ത് അറിയപ്പെടുന്ന ബിസിനസ്സുകാരെല്ലാം ചെറിയവരാണ്. ലോകത്തെ ഏത് ബിസിനസ്സുകാരൻ്റെ അത്രയും അല്ല അതിനേക്കാൾ കൂടുതൽ ആസ്തിയുള്ളവരാന്നേ. പിന്നെ നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണോ? നമുക്കൊന്നും വിവരവും ബോധം ഇല്ലാത്തവരാണോ? കോമൺ സെൻസ് ഇല്ലാത്തവരാണോ? ബിസിനസ് ചെയ്യാൻ അറിയാൻ മേലാത്തവരാണോ? എല്ലാത്തിലും നമ്മൾ മുൻപന്തിയിലാണ്. സാംസ്കാരികപരമായിട്ടും എല്ലാം ചരിത്രപരമായിട്ടൊക്കെ നമ്മൾ ഭയങ്കര മുമ്പിലാണ്. പക്ഷെ ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും കിട്ടുന്ന ഒരു ബ്രാൻഡ് എന്ന് പറയാൻ നമ്മുടെ രാജ്യത്ത് ഒരു ബ്രാൻഡ് ഇല്ല. നിങ്ങൾ ലോകത്ത് എവിടെ ചെന്നാലും നിങ്ങൾക്ക് കൊക്കക്കോള കിട്ടും, പെപ്സി കിട്ടും, മക്ഡൊണാൾഡ്സ് കിട്ടും. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു രാജ്യത്ത് പോയി, ടിമോർ ലെസ്തെ. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഞാൻ പുതിയ രാജ്യമാണ് ടിമോർ ലെസ്തെ. അവിടെ ചെന്നപ്പോൾ അവിടെയുണ്ട് കൊക്കക്കോളയും പെപ്സിയും മക്ഡൊണാൾഡ്സും എല്ലാം. എവിടെ ചെന്നാലും ആപ്പിൾ ഉണ്ടാവും, എവിടെ ചെന്നാലും സാംസങ് ഉണ്ടാവും, കിയ ഉണ്ടാവും, ഹുണ്ടായി ഉണ്ടാവും, ടയോട്ട ഉണ്ടാവും. അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെതായ ഒരു ബ്രാൻഡ് എന്ന് പറയാൻ ഒന്നുമില്ല. ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത തലമുറയോട് പറയുന്നതാണ്, നിങ്ങളായിട്ട് ഞങ്ങൾ ഇതുവരെയുള്ളവർ ചെയ്ത തെറ്റാണത്, ഞങ്ങളുടെ കഴിവില്ലായ്മയാണത്. അതിനെ നിങ്ങൾ തിരുത്തണം. ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും കിട്ടുന്ന ഒരു ഇന്ത്യൻ ബ്രാൻഡിനെ നിങ്ങൾ സൃഷ്ടിക്കണം, ഏത് മേഖലയിലായിക്കോട്ടെ. ഏതായാലും സാർ ഭയങ്കര ഒരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു. ഇത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ബിസിനസ് തുടങ്ങിയാലോ എന്നിങ്ങനെ ഒരു ചിന്ത വരെയാണ്. ഏതായാലും താങ്ക് യു സാർ. പറയണ അതിന് വേണ്ടിയിട്ടാ. നമ്മൾ പറയണ കേൾക്കുമ്പോഴേ 1000 പേര് ഒരാൾക്കെങ്കിലും മനസ്സിലൊന്ന് കയറിയാൽ മതി. അവനായിരിക്കും ചിലപ്പോൾ ചരിത്രം എഴുതാൻ പോണത്. അപ്പൊ അവൻ വലിയ ആളായി കഴിയുമ്പോൾ അവൻ മനസ്സിൽ പറയുമല്ലോ, ഒരു മീൻ. ഇപ്പൊ ചില പിള്ളേർ എന്നെ വിളിക്കാറൊക്കെ ഉണ്ട്, കാണാൻ വരാറുണ്ട്. ഞങ്ങൾ സാറ് പറഞ്ഞിട്ടാണ് ബിസിനസ് തുടങ്ങിയത്, സാറിന്റെ കേട്ട് വന്ന് തുടങ്ങി. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമില്ലേ, ഒരു അഭിമാനമുണ്ട്. 1-2 പിള്ളേർ അത് വെച്ചിട്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ ഇന്നാളെ എനിക്ക് ഷെയർ ചെയ്തത്. ഞാൻ എന്റെ ബിസിനസ് തുടങ്ങി ഈ ഒറ്റടുത്തം കാരണം, ഒരു മനുഷ്യൻ കാരണം. അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അടുത്ത തലമുറ എന്തായാലും ഇത് ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും.